വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അദ്ദവാവീനു ഇൻദല്ലാഹി സലാസ, അള്ളാഹുവിന്റെ അടുക്കൽ രേഖകൾ 3 തരമാണ്. അതായത് മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രേഖകൾ 3 തരത്തിലാണ് ഉണ്ടാവുക. ദീവാനുൻ ലാ യഅ്ബഉല്ലാഹു ബിഹി ശൈഅ, ഒരു രേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും പരിഗണിക്കാത്ത ഒരു രേഖ. വദീവാനുൻ ലാ യത്റുകുല്ലാഹു മിൻഹു ശൈഅൻ, ഒന്നുപോലും വിട്ടുപോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന നിയമ നടപടി സ്വീകരിക്കുന്ന രണ്ടാമത്തെ രേഖ. മൂന്നാമത്തത് വദീവാനുൻ ലാ യഗ്ഫിറുഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖ. അപ്പൊ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. അള്ളാഹു അതിന് മലക്കുകളെ ചുമതലപ്പെടുത്തി എന്നതൊക്കെ നമ്മൾ അറിയുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല നിർബന്ധമായും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യവുമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ പുറത്തു തരാത്ത കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രേഖ അതേതാണ്? ഫശ്ശിർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്ത ബഹുദൈവത്വപരമായ വിശ്വാസങ്ങളും നടപടികളും ആരാധനകളും പ്രാർത്ഥനകളും ജീവിതവും നയിച്ചിട്ടുള്ള ആളുകൾ, ഷിർക്കിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്ന പ്രശ്നമില്ല. ഖാല തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. നേരത്തെ തന്നെ ജനങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മുന്നറിയിപ്പാണ്, അള്ളാഹുവിൽ വല്ലതിനെയും പങ്കു ചേർത്താൽ ഒരു കാരണവശാലും അള്ളാഹു അത് പുറത്തു കൊടുക്കുകയില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കും. അപ്പോ അങ്ങനെ ജീവിച്ചു വന്ന ആളുകളുടെ എല്ലാ ആ അർത്ഥത്തിലുള്ള കർമ്മങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തപ്പെട്ടതിനനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടും. അതിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. ഇതാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, വ അമ്മ ദീവാനുല്ലദീ ലാ യഅ്ബഉല്ലാഹു ബിഹി ശൈഅൻ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പരിഗണിക്കാത്ത എന്ന് പറഞ്ഞാൽ ശിക്ഷ നൽകിക്കൊണ്ട് പരിഗണിക്കാത്ത, അല്ലെങ്കിൽ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യരുടെ ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഒരു രേഖയുണ്ട്. ആ രേഖയുടെ വിഷയത്തിൽ അള്ളാഹു വിട്ടുവീഴ്ച സ്വീകരിക്കും. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫളുൽമുൽ അബ്ദി നഫ്സഹു ഫീമാ ബൈനഹു വ ബൈന റബ്ബിഹി മിൻ സൗമി യൗമിൻ തറക്കഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ, ഏത് ശിർക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ ഒഴിച്ച് കർമ്മപരമായ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് മനുഷ്യർ ചെയ്തിരിക്കുന്ന, അവർക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ രേഖപ്പെടുത്തിയ രേഖ. ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുകയില്ല. ഉദാഹരണമായി മിൻ സൗമി യൗമിൻ തറക്കു, എന്നെങ്കിലും ഒരു ദിവസം ഒരു നോമ്പ് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്യും. ഔ സ്വലാത്തിൻ തറക്കഹ, എപ്പോഴെങ്കിലും ഒരു നമസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ യഗ്ഫിറു ദാലിക വയതജാവസു ഇൻഷാ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിച്ച വിധത്തിൽ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തേക്കാം. ഇതാണ് രണ്ടാമത്തെ രേഖ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, വ അമ്മ ദീവാനുല്ലദീ ലാ യത്റുകുല്ലാഹു മിൻഹു ശൈഅൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖയിൽ നിന്ന് തീരെ വെട്ടിമാറ്റാത്ത, ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ശിക്ഷ നൽകുന്ന തക്കതായ നടപടി സ്വീകരിക്കുന്ന തരത്തിൽപ്പെട്ട ചില രേഖകളുണ്ട്. അതേതാണ്? ഫളുൽമുൽ ഇബാദി ബഅ്ലുഹും ബഅ്ലൻ
അൽ ഖിസാസു ലാ മഹല. അതായത് മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകൾ, അക്രമങ്ങൾ, അനീതികൾ, അതുപോലുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. അങ്ങനെ എന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ, ഏതെങ്കിലും മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് അതിന്റെ പ്രതികാരം അള്ളാഹു ചെയ്യും. അൽ ഖിസാസു ലാ മഹല, അതിന്റെ പ്രതിക്രിയ സംശയമില്ലാതെ അള്ളാഹു നടപ്പിലാക്കും എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ നമ്മളൊക്കെ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കും. നമുക്ക് തന്നെ ഇത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഇത് വേറെ ആൾ പറയേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട് നേർക്കുനേരെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഏകനായ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. ഒരു തരത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഇത് നമുക്കുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ തീർച്ചപ്പെടുത്താൻ പറ്റും. സത്യം ചെയ്യുന്നിടത്തോ, പ്രാർത്ഥിക്കുന്നിടത്തോ, ആരാധിക്കുന്നിടത്തോ, അതേപോലെ തന്നെ ആരാധനയിൽ മാത്രമല്ല, അള്ളാഹുവിന് മാത്രം ശിർക്ക് എന്ന് പറയുമ്പോൾ ആരാധനയും പ്രാർത്ഥനയും മാത്രമല്ല എന്ന് നമുക്കറിയാം. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നതിനാണല്ലോ ശിർക്ക് എന്ന് പറയാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ആരാധനയും പ്രാർത്ഥനയുമാണ് ശിർക്ക് എന്ന് മാത്രമാണ് ശിർക്ക് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അധീശാധികാരത്തിനും അള്ളാഹുവിന്റെ ആധിപത്യത്തിനും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി അവനെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അവന് മാത്രം അറിയിക്കുന്ന കാര്യം വകവെച്ചു കൊടുക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് സ്വയം നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. രണ്ടാമതായി, അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അത് ആരാധനകളായാലും മറ്റ് ഇബാദത്തുകളായാലും അല്ലെങ്കിൽ അതുപോലുള്ള മനുഷ്യ ബന്ധങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിലും അള്ളാഹുമായി തന്നെ പ്രധാനമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വരുന്നുണ്ടോ എന്നതും, വിശ്വാസപരമായ കാര്യം കഴിച്ചുള്ള മറ്റു കാര്യങ്ങളിൽ വീഴ്ച വരുന്നുണ്ടോ എന്നതും നമുക്ക് പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിച്ച അളവിൽ ചിലപ്പോ വിട്ടുവീഴ്ച ചെയ്തേക്കാം. എന്നാൽ മൂന്നാമതായി ഈ ഹദീസിൽ ഊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലും അള്ളാഹു ഇടപെടുകയില്ല. അത് ഏത് മനുഷ്യനാണോ അക്രമം ഏത് മനുഷ്യരോട് ചെയ്തോ അതിന്റെ പ്രതികാരം അള്ളാഹു ചെയ്ത് പ്രതികാരം പരലോകത്ത് വെച്ച് ചെയ്യുക തന്നെ ചെയ്യും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ വിശദീകരിക്കുന്ന പക്ഷികൾ, ജീവജാലങ്ങൾ പോലും, ജീവജാലങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് വന്ന് കേസ് പറയുന്നതാണല്ലോ. പക്ഷികൾ വന്ന് പറയുന്നു, പഠിച്ചവനെ ഇന്ന മനുഷ്യൻ എന്നെ ഒരു ആവശ്യമില്ലാതെ എന്നെ കൊന്നുകളഞ്ഞു പഠിച്ചവനെ എന്ന് പരാതി പറയുന്ന ഒരു സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ പ്രകൃതിയിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളോട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള അന്യായങ്ങൾ ഉണ്ടെങ്കിൽ ആ അന്യായങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പിലാക്കും. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാനും അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച കിട്ടും എന്ന് വിചാരിച്ച് തെറ്റുകൾ ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും സത്യവിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും തിരുത്തുവാനും ജാഗ്രത പുലർത്തുവാനും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്ന എന്ന് പറഞ്ഞാൽ തഖ്വയുടെ നേരെ മലയാളം ജാഗ്രതയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫിറ്റ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിനോട് ജാഗ്രത പുലർത്തുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.